നമസ്കാരം. ഇന്ന് 2026 ജനുവരി 29 വ്യാഴാഴ്ച. 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിലും സാമ്പത്തിക ഇടപാടുകളിലും കാതലായ മാറ്റങ്ങൾ വരുത്തുന്ന പുതിയ നിയമങ്ങൾക്കും ഭരണപരമായ പുനഃസംഘടനകൾക്കും ബഹ്റൈൻ രാജാവ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫ അംഗീകാരം നൽകി. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട 2026 പുതിയ നിയമം ഉടനടി പ്രാബല്യത്തിൽ വരും. നിലവിലുള്ള സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനങ്ങൾ ക്രമീകരിക്കാൻ 1 വർഷത്തെ സമയമുണ്ട്. സാമ്പത്തിക സുരക്ഷ ലക്ഷ്യമിട്ടുള്ള സുരക്ഷിത ഇടപാടുകളുടെ നിയമത്തിനും രാജാവ് അനുമതി നൽകി. ഭരണതലത്തിൽ നഗരസഭാ കാര്യ മന്ത്രാലയത്തിൽ പുതിയ ഡയറക്ടർ ജനറൽമാരെ നിയമിച്ചു. മുഹമ്മദ് സാദ് മുഹമ്മദ് അൽ സഹ്ലി നോർത്തേൺ മുനിസിപ്പാലിറ്റിയിലും ആലിയ യൂസഫ് യഹ്യ ഹസൻ ക്യാപിറ്റൽ മുനിസിപ്പാലിറ്റിയിലും ചുമതലയേൽക്കും. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിംഗ് ക്വാളിറ്റി അതോറിറ്റി ബോർഡ് അംഗങ്ങളെയും പുതുക്കി നിശ്ചയിച്ചു. സോഷ്യൽ ഡെവലപ്മെന്റ് മന്ത്രാലയത്തിന് കീഴിൽ പുതുതായി ചൈൽഡ് പ്രൊട്ടക്ഷൻ അഫയേഴ്സ് ഡയറക്ടറേറ്റ് രൂപീകരിക്കുകയും സുസ്ഥിര വികസന മന്ത്രാലയം പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. മന്ത്രാലയങ്ങളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാറ്റങ്ങൾ. ഉത്തരവുകൾ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ പ്രാബല്യത്തിൽ വരും. ലോകത്തിന് സഹിഷ്ണുതയുടെയും ഐക്യത്തിൻ്റെയും സന്ദേശം നൽകിക്കൊണ്ട് ഭൂവിസ്തൃതിക്ക് ആനുപാതികമായി ഏറ്റവും കൂടുതൽ ആരാധനാലയങ്ങളുള്ള രാജ്യമെന്ന ഗിന്നസ് ലോക റെക്കോർഡ് ബഹ്റൈൻ സ്വന്തമാക്കി. അന്താരാഷ്ട്ര സമാധാന ദിനാചരണത്തോടനുബന്ധിച്ച് മനാമയിൽ നടന്ന ചടങ്ങിലാണ് ഈ പ്രഖ്യാപനമുണ്ടായത്. 1 ചതുരശ്ര കിലോമീറ്ററിൽ കുറഞ്ഞത് 2.300 ആരാധനാലയങ്ങൾ എന്ന ഗിന്നസ് പരിധി മറികടന്ന് 2.577 എന്ന നിരക്കിലാണ് ബഹ്റൈൻ റെക്കോർഡ് സ്ഥാപിച്ചത്. 15 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ബഹ്റൈനിൽ പള്ളികൾ, ചർച്ചുകൾ, ക്ഷേത്രങ്ങൾ എന്നിവയുൾപ്പെടെ ആകെ 2123 ആരാധനാലയങ്ങളുണ്ട്. രാജാവ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയുടെ കാഴ്ചപ്പാടുകളും ഭരണകൂടത്തിന്റെ പിന്തുണയുമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് അധികൃതർ വ്യക്തമാക്കി. സമാധാനപരമായ സഹവർത്തിത്വം ബഹ്റൈനിലെ ജനങ്ങളുടെ ജീവിതശൈലിയുടെ ഭാഗമാണെന്ന് ഗിന്നസ് പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. UN പ്രതിനിധികളും ബഹ്റൈൻ്റെ ഈ ആഗോള നേട്ടത്തെ അഭിനന്ദിച്ചു. സഹവർത്തിത്വത്തെക്കുറിച്ച് പുതിയ കോഴ്സുകൾ ആരംഭിക്കുമെന്നും ചടങ്ങിൽ അറിയിപ്പുണ്ടായി. ബഹ്റൈനിൽ 6 മാസം നീണ്ടുനിൽക്കുന്ന വാർഷിക ചെമ്മീൻ പിടുത്ത നിരോധനം ഈ ഞായറാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. ജൂലൈ 31 വരെയാണ് നിരോധനമെന്ന് സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റ് അറിയിച്ചു. കടൽ വിഭവങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര വികസനവും ലക്ഷ്യമിട്ടുള്ള ഈ കാലയളവിൽ ചെമ്മീൻ പിടിക്കുന്നതിനും വിൽക്കുന്നതിനും കർശന വിലക്കുണ്ട്. നിരോധനം ലംഘിക്കുന്നവർക്ക് 1 മാസം വരെ തടവോ 1000 ദീനാർ വരെ പിഴയോ ശിക്ഷ ലഭിക്കാം. കൂടാതെ ഉപകരണങ്ങളും പിടിച്ചെടുത്ത ചെമ്മീനും കണ്ടുകിട്ടും. കോസ്റ്റ് ഗാർഡിന്റെ സഹകരണത്തോടെ കടലിലും വിപണികളിലും കർശന പരിശോധന നടത്തും. മറ്റ് മത്സ്യബന്ധനത്തിനിടെ ചെമ്മീൻ വലയിൽ കുടുങ്ങിയാൽ അവയെ ഉടൻ കടലിലേക്ക് തിരിച്ചുവിടണം. മുൻകാലങ്ങളിൽ നിയമവിരുദ്ധമായി ചെമ്മീൻ പിടിക്കാൻ ശ്രമിച്ച പല സംഭവങ്ങളും വലിയ അപകടങ്ങൾക്കും ജീവഹാനിക്കും കാരണമായിട്ടുണ്ട്. ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. ബഹ്റൈനിലെ നാഷണൽ ആംബുലൻസ് സെന്റർ കഴിഞ്ഞ വർഷം 60,635 അടിയന്തര മെഡിക്കൽ കോളുകൾ വിജയകരമായി കൈകാര്യം ചെയ്തു. ഇതിൽ മോട്ടോർ സൈക്കിൾ ഫസ്റ്റ് റെസ്പോണ്ടർ സർവീസിന്റെ പ്രവർത്തനം നിർണായകമായി. തിരക്കേറിയ റോഡുകളിലും ഇടുങ്ങിയ ഇടങ്ങളിലും വേഗത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന ഈ പദ്ധതി 2024 ഡിസംബറിലാണ് ആരംഭിച്ചത്. ഓരോ മോട്ടോർ സൈക്കിളിലും ഡിഫിബ്രിലേറ്റർ, ഓക്സിജൻ സിലിണ്ടർ തുടങ്ങി അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. റോഡ് അപകടങ്ങൾ, ഹൃദയാഘാതം, ശ്വാസതടസ്സം തുടങ്ങിയ സങ്കീർണമായ കേസുകളിൽ ആംബുലൻസ് എത്തുന്നതിന് മുൻപ് രോഗിക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകാൻ ഈ സേവനം സഹായിക്കുന്നു. മികച്ച പ്രവർത്തനത്തിന് അന്താരാഷ്ട്ര തലത്തിലുള്ള എക്സലൻസ് അക്രഡിറ്റേഷനും സെന്റർ നേടിയെടുത്തു. സൽമാനിയ, BDF, കിങ് ഹമ്മദ് ഹോസ്പിറ്റലുകൾ ഉൾപ്പെടെ 10ലധികം കേന്ദ്രങ്ങൾ വഴിയാണ് സേവനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ 999 എന്ന നമ്പറിൽ വിളിച്ചാൽ ഉടൻ തന്നെ ആംബുലൻസിന്റെയോ മോട്ടോർ സൈക്കിൾ റെസ്പോണ്ടറുടെയോ സേവനം ലഭ്യമാകും. പ്രവാസി മലയാളി പ്രമുഖരുടെ പങ്കാളിത്തത്തോടെ 5ാം ലോക കേരള സഭയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ജനുവരി 31 വരെയാണ് സമ്മേളനം. ബഹ്റൈനിൽ നിന്നുള്ള 17 പ്രതിനിധികളാണ് ഇത്തവണ സഭയിൽ പങ്കെടുക്കുന്നത്. VKL അൽനമൽ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ വർഗീസ് കുര്യൻ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ക്ഷണിതാവായി സംബന്ധിക്കുന്നുണ്ട്. 182 പ്രവാസി അംഗങ്ങളും 300ഓളം പ്രത്യേക ക്ഷണിതാക്കളുമാണ് ഇത്തവണ പങ്കെടുക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലെ പ്രവാസികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി 8 പ്രധാന വിഷയങ്ങൾ സഭ പരിഗണിക്കും. മുൻ സമ്മേളനങ്ങളിലെ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കിയ പ്രവാസി മിഷൻ, നോർക്ക കെയർ തുടങ്ങിയ പദ്ധതികളുടെ പുരോഗതിയും പുതിയ കർമ്മ പദ്ധതികളും സഭ വിലയിരുത്തും. പ്രവാസികളുടെ ക്ഷേമത്തിനും നവകേരള നിർമ്മിതിക്കും ഊന്നൽ നൽകുന്ന നിർണായക തീരുമാനങ്ങൾ ഈ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് പ്രതിനിധികൾ പ്രതീക്ഷിക്കുന്നു.
ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ അസോസിയേഷൻ പ്രതിനിധി സംഘം ബഹ്റൈൻ സാമൂഹിക വികസന മന്ത്രി ഒസാമ ബിൻ സാലിഹ് അൽ അലവിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രവാസി സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കായി ICRF നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചും മാനുഷിക സംരംഭങ്ങളെക്കുറിച്ചും സംഘം മന്ത്രിക്ക് വിശദീകരിച്ചു നൽകി. സാമൂഹിക ക്ഷേമരംഗത്ത് സഹകരണം ശക്തമാക്കേണ്ടതിന്റെ പ്രാധാന്യം മന്ത്രി ഊന്നി പറഞ്ഞു. മന്ത്രാലയം നൽകിവരുന്ന പിന്തുണയ്ക്ക് ICRF നന്ദി രേഖപ്പെടുത്തി. ചെയർമാൻ അഡ്വക്കേറ്റ് VK തോമസിന്റെ നേതൃത്വത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഡോക്ടർ ബാബു രാമചന്ദ്രൻ, അരുൾദാസ് തോമസ്, അനീഷ് ശ്രീധരൻ, പങ്കജ് നല്ലൂർ, ഉദയ് ഷാൻബാഗ്, സുരേഷ് ബാബു, ജവാദ് പാഷ, രാകേഷ് ശർമ്മ, ആൽത്തിയ ഡിസൂസ എന്നിവർ പങ്കെടുത്തു. ബഹ്റൈന്റെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളികളാകുമെന്ന് ICRF പ്രതിനിധികൾ ഉറപ്പു നൽകി. ഭാരതത്തിന്റെ 77ാം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് കൊല്ലം പ്രവാസി അസോസിയേഷൻ സൽമാബാദ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷവും മധുര വിതരണവും സംഘടിപ്പിച്ചു. സൽമാബാദ് ഏരിയ പ്രസിഡന്റ് തുളസിരാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങ് KPA സെക്രട്ടറി രാജേഷ് പട്ടാഴി ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി അനൂപ് സ്വാഗതം ആശംസിച്ചു. സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളായ ലിനീഷ് P, ആചാരി, സജീവ് ആയൂർ, ജോസ് മാങ്ങാട്, മജു വർഗീസ് എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു. വൈസ് പ്രസിഡന്റ് സുഭാഷ് KS, ജോയിന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മധുര വിതരണവും നടന്നു. ട്രഷറർ അബ്ദുൾ സലീം ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. വീട്ടുജോലിക്കാരിയെ മനുഷ്യക്കടത്തിന് ഇരയാക്കിയെന്ന കേസിൽ ബഹ്റൈനി യുവതിയെ ഹൈക്രിമിനൽ കോടതി കുറ്റവിമുക്തിയാക്കി. മുൻപ് വിധിച്ച 3 വർഷത്തെ തടവ് ശിക്ഷ റദ്ദാക്കിയ കോടതി യുവതിക്കെതിരെ തെളിവുകളില്ലെന്ന് കണ്ടെത്തി. ജോലിക്കാരിയുടെ തൊഴിലുടമ ഭർത്താവാണെന്നും ശമ്പളം നൽകാൻ ബാധ്യസ്ഥൻ അദ്ദേഹമാണെന്നുമുള്ള പ്രതിഭാഗം വാദം കോടതി അംഗീകരിച്ചു. ജോലിക്കാരിയെ ബഹ്റൈനിൽ എത്തിച്ചതിലോ കരാറിലോ ഭാര്യയ്ക്ക് പങ്കില്ലെന്ന് ഭർത്താവ് മൊഴി നൽകിയിരുന്നു. ഭീഷണിയോ നിർബന്ധമോ ഇല്ലാതെയാണ് ജോലി ചെയ്തതെന്നും അധികൃതരെ സമീപിക്കാൻ തടസ്സമുണ്ടായിരുന്നില്ലെന്നും പരാതിക്കാരി തന്നെ സമ്മതിച്ച സാഹചര്യത്തിൽ ഇത് മനുഷ്യക്കടത്തായി കാണാനാവില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. തന്റെ കക്ഷിക്ക് പരാതിക്കാരിയുമായി നിയമപരമായി യാതൊരു ബന്ധവുമില്ലെന്ന അഡ്വക്കേറ്റ് സഹ്റ ഹുസൈന്റെ വാദം കോടതി സ്വീകരിച്ചു. ശമ്പളം ലഭിച്ചില്ലെന്ന പരാതി നിലനിൽക്കുമ്പോഴും യുവതിക്കെതിരായ ക്രിമിനൽ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്ന് വ്യക്തമാക്കിയാണ് കോടതി വിധി പുറപ്പെടുവിപ്പിച്ചത്. വാഹനാപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സ്വദേശി വനിതയ്ക്ക് 9,000 ബഹ്റൈൻ ദിനാർ നഷ്ടപരിഹാരം നൽകാൻ ഹൈ സിവിൽ കോടതി ഉത്തരവിട്ടു. അപകടത്തിന് കാരണക്കാരനായ ഡ്രൈവറും ഇൻഷുറൻസ് കമ്പനിയും സംയുക്തമായി ഈ തുക നൽകണം. കോടതി ചെലവുകൾ, അഭിഭാഷക ഫീസ് എന്നിവയും പ്രതികൾ വഹിക്കണം. കൊച്ചുമകനോടൊപ്പം യാത്ര ചെയ്തിരുന്ന സ്ത്രീയുടെ വാഹനത്തിന് പിന്നിൽ മറ്റൊരു കാർ വന്നിടിച്ചാണ് അപകടമുണ്ടായത്. ഡ്രൈവറുടെ അശ്രദ്ധയും സുരക്ഷിതമായ അകലം പാലിക്കാത്തതുമാണ് അപകടത്തിന് കാരണമെന്ന് കോടതി കണ്ടെത്തി. അപകടത്തിൽ യുവതിയുടെ തലയ്ക്ക് ഒടിവും രക്തസ്രാവവും സംഭവിച്ചിരുന്നു. പരിശോധനയിൽ 20% സ്ഥിരമായ വൈകല്യം ഇവർക്ക് സംഭവിച്ചതായി മെഡിക്കൽ കമ്മിറ്റി റിപ്പോർട്ട് നൽകി. നേരത്തെ ക്രിമിനൽ കോടതി ഡ്രൈവർക്ക് 100 ദിനാർ പിഴ ശിക്ഷിച്ചിരുന്നു. ഒരാളുടെ പിഴവ് മൂലം മറ്റൊരാൾക്ക് ദോഷം സംഭവിച്ചാൽ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവാദി ബാധ്യസ്ഥനാണെന്ന നിയമത്തിലെ ആർട്ടിക്കിൾ 158 മുൻനിർത്തിയാണ് സിവിൽ കോടതി ഈ വിധി പുറപ്പെടുവിപ്പിച്ചത്. ബഹ്റൈനിലെ ഫുഡ് ട്രക്കുകളുടെ പ്രവർത്തനം ക്രമീകരിക്കുന്നതിന് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ക്യാപിറ്റൽ മുനിസിപ്പൽ കൗൺസിൽ തീരുമാനിച്ചു. അനുമതിയില്ലാതെ നിശ്ചയിച്ച സ്ഥലത്തിന് പുറത്ത് പ്രവർത്തിക്കുന്നത് പൊതുജന സുരക്ഷയ്ക്കും ആരോഗ്യത്തിനും ഭീഷണിയാകുന്ന സാഹചര്യത്തിലാണ് നടപടി. തിരക്കുള്ള സ്ഥലങ്ങൾ അനധികൃതമായി കൈക്കലാക്കുന്നതും നിയമപരമായി പ്രവർത്തിക്കുന്ന കടകൾക്ക് സമീപം തമ്പടിക്കുന്നതും ചെറുകിട വ്യാപാരികളെ ബാധിക്കുന്നതായി ഡയറക്ടർ ജനറൽ മുഹമ്മദ് അൽ സാഹിലി ചൂണ്ടിക്കാട്ടി. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ജനറേറ്ററുകളും ലൈറ്റിംഗും സ്ഥാപിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇത് തടയാൻ മറ്റ് GCC രാജ്യങ്ങളിലേതുപോലെ ഫുഡ് ട്രക്കുകൾക്കായി പ്രത്യേക സോണുകൾ നിശ്ചയിക്കും. സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം നഗരഭംഗി നിലനിർത്താൻ വിഷ്വൽ സോണുകൾ അനുവദിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. മുനിസിപ്പാലിറ്റികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങൾ മാപ്പിംഗ് വഴി അടയാളപ്പെടുത്തി ലൈസൻസ് നിബന്ധനകൾ കർശനമാക്കുന്നതോടെ മേഖലയിലെ ക്രമക്കേടുകൾക്ക് പരിഹാരമാകുമെന്ന് കൗൺസിൽ അറിയിച്ചു. രാജ്യത്തെ വീടുകളിലുണ്ടാകുന്ന തീപിടുത്തങ്ങൾ 49% അടുക്കളയിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം. 2024-2025 വർഷങ്ങളിലായി പാചകത്തിനിടെയുണ്ടായ അശ്രദ്ധ മൂലം മാത്രം ബഹ്റൈനിൽ 180 അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒരു നിമിഷത്തെ അശ്രദ്ധ വലിയ ദുരന്തങ്ങൾക്കും ജീവഹാനിക്കും കാരണമായേക്കാമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. അടുപ്പത്ത് പാത്രങ്ങൾ വെച്ച് പുറത്തു പോകുന്നത് ഒഴിവാക്കുക, പാചക സമയത്ത് അടുക്കളയിൽ ഒരാളുടെ സാന്നിധ്യം ഉറപ്പാക്കുക, കൃത്യമായ വായുസഞ്ചാരം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നിവ
എന്നിവ പ്രധാനമാണെന്നും കുട്ടികൾക്കും വീട്ടുജോലിക്കാർക്കും തീപിടുത്തങ്ങൾ ഒഴിവാക്കാനുള്ള ബോധവൽക്കരണം നൽകണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. ബഹ്റൈൻ പാർലമെന്റ് അംഗത്തെ ഇൻസ്റ്റഗ്രാമിലൂടെ അപകീർത്തിപ്പെടുത്തിയ അഭിഭാഷകന് 1000 ബഹ്റൈൻ ദിനാർ നഷ്ടപരിഹാരം നൽകാൻ ഹൈസിവിൽ കോടതി ഉത്തരവിട്ടു. കോടതി ചിലവുകൾക്കും അഭിഭാഷക ഫീസിനുമായി 100 ദിനാർ അധികം നൽകണം. 2025 പങ്കുവച്ച വീഡിയോയിൽ MP നിയമവിരുദ്ധ കൂട്ടായ്മയിൽ പങ്കെടുത്തുവെന്ന് അഭിഭാഷകൻ ആരോപിച്ചിരുന്നു. ഏകദേശം 25,000 ഫോളോവേഴ്സുള്ള അക്കൗണ്ടിലൂടെ വീഡിയോ പ്രചരിച്ചതോടെ തന്റെ അന്തസ്സിനും സാമൂഹിക പദവിക്കും ക്ഷതമേറ്റുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് MP പരാതി നൽകിയത്. പബ്ലിക് പ്രോസിക്യൂഷൻ നടത്തിയ അന്വേഷണത്തിൽ ആരോപണം വ്യാജമാണെന്ന് കണ്ടെത്തി. MPയുടെ വ്യക്തിത്വത്തെ പൊതുമധ്യത്തിൽ അപമാനിച്ചുവെന്ന് നിരീക്ഷിച്ചാണ് കോടതി വിധി പുറപ്പെടുവിപ്പിച്ചത്. In the heart of Bahrain, where every story matters, one source keeps you informed, inspired, and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.